ഹേ മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു സ്കിന്നിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്കിന്നിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് എടുക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബുഗാട്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും അതിൻ്റെ റൈഡിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് വീഡിയോ കൂടെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് നേരത്തെ വന്നു പോയൊരു സ്പൈഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്പൈഡറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വായിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ടൊരു സ്കിന്നിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ സ്കിന്നിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തൊരു ചെറിയൊരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ആൾക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആകാശത്ത് നടന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലിച്ചും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഹൾക്കിൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഹൾക്കിൻ്റെ ക്യാരക്ടറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നമ്മുടെ PM10 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലഗിൻ ആപ്പിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നോക്കാതെയാണ് ക്യാരക്ടറായിട്ട് ചിപ്പ് കോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ PM10 നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ആൾക്കും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. ആൾക്കും കാര്യങ്ങളെടുത്ത് ഇതിൻ്റെ ബാക്കി നമുക്ക് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇനി മിനി ജെറ്റ് പാക്ക് കൂട്ടി എടുക്കണം. മിനി ജെറ്റ് പാക്ക് എടുത്ത് വന്നിട്ടുണ്ട്, ഇവിടെ സ്പോൺ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ വേറൊരു ഐറ്റം കടയിൽ എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി 1 to 15 നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഓപ്പണായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ കാര്യങ്ങളാണ് ഡ്രോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഡ്രോണും കാര്യങ്ങളൊക്കെ ഓപ്പണാക്കി എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഈ ഗ്ലിച്ചും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്കിവിടെ റൈഡിങ്ങിന് സൈഡിൽ ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്കിവിടെ വേറെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഗ്രാവിറ്റി ആയിട്ട് ഇനിബിൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റ ജമ്പിൽ മണ്ടയ്ക്കോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡ്രോണും കാര്യങ്ങളും സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഗ്രാവിറ്റി നിന്ന് നടക്കാൻ പറ്റുന്നൊരു ഗ്ലിച്ചും കാര്യങ്ങളാണ്, വേറൊന്നുമില്ല ഗ്രാവിറ്റിയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ടയ്ക്കോട്ട് ചാടുന്ന അതേ ടൈമിൽ തന്നെ ജെറ്റ് പാക്ക് ആദ്യം എടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാവിറ്റി ഓണാക്കുക. മൂൺ ഗ്രാവിറ്റി ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ജമ്പ് ചെയ്ത് തന്നെ പയ്യെ ആയിരിക്കും താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കാണെങ്കിൽ ആദ്യ സ്റ്റൂളിനകത്ത് ഡോൺ എന്ന് അടിച്ച് വെക്കണം. അടിച്ചിട്ട് ടിക്ക് ചെയ്യരുത്. അപ്പോഴേ ടിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഡ്രോൺ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പോയതിന് ശേഷം നമ്മൾ ഗ്രാവിറ്റി ഓണായി എന്ന് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ചാടേണ്ടതാണ്. ചാടിയതിന് ശേഷം താഴോട്ട് വരുന്ന സമയത്തേക്ക് നമ്മൾ ഡ്രോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡ്രോണിൻ്റെ ഓപ്ഷൻ ഇനേബിൾ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരെ നമ്മുടെ ജെറ്റ് പാക്കിലോട്ട് ഇനേബിളും ചെയ്തില്ല, നമ്മൾ ജെറ്റ് പാക്കിൻ്റെ അകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ജെറ്റ് പാക്ക് എടുക്കേണ്ടതാണ്. ജെറ്റ് പാക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ നേരെയാണെങ്കിൽ RG സ്റ്റൂൾ എടുക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് ഡ്രോൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യേണ്ടതാണ്. ടൈപ്പ് മാത്രം ചെയ്താൽ മതി, ഇപ്പോൾ കൊടുക്കരുത്. ഓക്കെ, അതിന് ശേഷം ബാക്ക് പോയതിന് ശേഷം നിങ്ങൾ ഗ്രാവിറ്റി ഓൺ ആക്കേണ്ടതാണ്. ഗ്രാവിറ്റി ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഓൺ ആയിട്ടാണ് അങ്ങനെ കാണുന്നത്. ഞാൻ ഗ്രാവിറ്റി ഓൺ ആക്കിയതിന് ശേഷം നേരെ ഞാൻ ചാടി ഞാനിവിടെ ജെറ്റ് പാക്കിലോട്ട് ഇവിടെ ഒരു ബട്ടൺ വരും, ജെറ്റ് പാക്കിൻ്റെ ഒരു ബട്ടൺ വരും നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കണം നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഡ്രോൺ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഗ്രാവിറ്റി പോലെ ചാടാൻ പോകുന്നു. ചാടിയതിന് ശേഷം നേരെ ഞാൻ ഡ്രോണിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് താഴോട്ട് വീഴുന്നതായിരിക്കും നമ്മുടെ ആൾക്ക്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കാണും, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മൾ അവിടെ ഗ്ലിച്ചും കാര്യങ്ങളും വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ ജെറ്റ് പാക്ക് വെച്ച് നമ്മൾ മണ്ടക്കോട്ട് പോയിട്ട് അവിടെ നമ്മൾ എക്സിറ്റ് അടിക്കുമ്പോൾ ജെറ്റ് പാക്ക് മാറും. എന്നിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇനേബിൾ ആക്കും. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റിയിൽ നടക്കുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് ഈ ഗ്ലിച്ചും കാര്യങ്ങളും വർക്കാവുന്നുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ്സ് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് ഈ ഗ്ലിച്ചും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഇനിയും നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഗ്ലിച്ചസ് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഗ്ലിച്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങൾ ഗ്ലിച്ചിൻ്റെ ഇടയ്ക്ക് തന്നെ ആഡ് ചെയ്യുമ്പം വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, നമുക്കും കൂടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ട് കമൻറ്റ് കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സ്കിന്നിൻ്റെ ഫീച്ചറും കാര്യമാണ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇനേബിളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. കറൻ്റ്ലി നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പം നമുക്കുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കളേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ RGB ആയിരിക്കും നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരാൻ പോകുന്ന അപ്ഡേറ്റ്സിനകത്തോട്ട് നമുക്ക് ഈ ഒരു സ്കിന്നിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം ഈ സ്കിന്നിൻ്റെ ഓപ്ഷൻ്റെ അകത്ത് എത്ര കളേഴ്സും കാര്യങ്ങളൊക്കെ വരും നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ കറൻ്റ് നമ്മളിപ്പോൾ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ ഇപ്പം സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാലും നമുക്കിവിടെ
RGB എടുക്കാൻ പറ്റും. RGBയുടെ താഴെയാണെങ്കിൽ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു കളറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കറൻ്റ്ലി നമ്മളെല്ലാ വണ്ടിയിലെടുത്താലും ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ വന്നിട്ടുള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്ഡേറ്റിന് ശേഷം വരെ നമുക്കൊരു ഫീച്ചറും കാര്യങ്ങളും വരാൻ പോകുന്നതിന് നമ്മളോട് ചെറിയ ലീക്സും കാര്യങ്ങളും കിട്ടിയോണ്ടാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്കിന്നിൻ്റെ അകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഓപ്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് മേജർ അപ്ഡേറ്റിനകത്തോട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്തോട്ടായിരിക്കും വരാൻ പോകുന്നത്. അതല്ല ലിങ്ക് വഴി അങ്ങനെയൊന്നും അല്ല വരുന്നത്. അതുകൊണ്ട് ആരും അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വിചാരിക്കുന്നത് നമുക്കിനി എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് ലിങ്ക് വഴിയാണോ അല്ലയോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് വഴി കാര്യങ്ങളൊന്നും അല്ല കൊണ്ടുവരുന്നത്. നമുക്ക് നോർമലായിട്ട് തന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫീച്ചർ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെ നമുക്ക് മേജർ അപ്ഡേറ്റ് ചിപ്പ് കോഡായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചിപ്പ് കോഡായിട്ട് വരാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം അത് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് പോയാൽ മതി. ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, നമ്മുടെ സ്കിന്നിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ 5-6 കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്കിൻസ് കാര്യങ്ങളൊക്കെ. അപ്പം ഒന്ന് നോർമൽ വൈറ്റ് തന്നെ വൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതിന് ശേഷം നമുക്കിങ്ങനെ ഓരോന്ന് മാറ്റി 5-6 സ്കിൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഒരു സ്കിൻസും കാര്യങ്ങളുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കിൻസും കാര്യമാണ് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടിയിൽ ഇതുപോലത്തെ സ്കിൻസും കാര്യങ്ങളും വെക്കണമെന്ന് ഉള്ളവരുടെ ഒരു മൈൻഡ് സെറ്റ് കാണുമല്ലോ. അപ്പം അവരും ജസ്റ്റ് ഒന്ന് ഏത് വണ്ടിക്കാണെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വണ്ടിക്കകത്ത് സ്കിന്നും കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാവുന്നതാണ്. കാരണം ഡെവലപ്പർ ചില ടൈമിൽ നമുക്കൊരു ചെറിയൊരു പണി തരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം ഒരു വണ്ടിക്ക് മാത്രമേ തരത്തുള്ളൂ. കാരണം നമ്മൾ നേരത്തെ അപ്ഡേറ്റിനകത്ത് നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളും ഓപ്ഷൻ തന്നപ്പോൾ നമുക്കൊരു വണ്ടി മാത്രം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ തന്നിട്ടുള്ളായിരുന്നു. വേറെ വണ്ടിയില്ലാത്ത നമുക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം വരുന്ന അപ്ഡേറ്റിനകത്തോട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വണ്ടിക്കും ഈ ഒരു സ്കിൻസും കാര്യങ്ങളും ആഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. എല്ലാവരും ഒന്ന് കമൻസ് കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബുഗാട്ടിയുടെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഡ്രൈവിങ്ങിൻ്റെ ഓപ്ഷൻ കാര്യം നമ്മൾ നേരത്തെ വീഡിയോയിലകത്ത് ബുഗാട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ളത് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്ഷനും കാര്യം ഇൻറ്റീരിയറും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഡ്രൈവിങ്ങിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ നമ്മൾ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വാട്സപ്പ് ചാനലിൽ കയറാത്തവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് കയറി ജോയിനും കാര്യങ്ങളൊക്കെയാവുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ ഫോട്ടോ ലീക്സും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വാട്സപ്പ് ചാനലായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ബുഗാട്ടിയുടെ ഇൻറ്റീരിയറും ഔട്ടീരിയറും ബാക്കും ഫ്രണ്ടും എല്ലാം ഞാൻ ഇതിനകത്ത് വാട്സപ്പ് ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് കുറേ റിപ്ലൈസ് കാര്യങ്ങൾ കിട്ടിയതിന് ശേഷമാണ് ഞാൻ നേരെ ഇതിനകത്തോട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടത്. വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോയ്ക്കകത്ത് നമ്മൾ റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ പക്ഷേ ഇപ്പോൾ നമുക്ക് റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമൽ എല്ലാ വണ്ടിക്കും ഏതാണ് റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത് അതേ രീതിക്കാണ് നമ്മൾ ബുഗാട്ടി കാര്യങ്ങളും വരുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ശബ്ദവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. അപ്പോൾ ശബ്ദത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതുവരെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന അപ്ഡേറ്റ്സിനകത്തോട്ട് നമുക്കതിന് വേണ്ടി ശബ്ദത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നൊക്കെ ഉള്ളവരോട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശബ്ദത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുഗാട്ടിയിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് വല്ല കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് നേരത്തെ വന്നു പോയൊരു സ്പൈഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു സ്പൈഡറിൻ്റെ. അപ്പോൾ ഈ സ്പൈഡറും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ എത്ര പേർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഈ നിലവിൽ ഇപ്പോൾ ഈ സ്പൈഡറും കാര്യം ഒരു ചിപ്പ് കോഡിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് ലിങ്ക് വഴി ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ വഴി വെച്ചിട്ടാണ് നമുക്ക് ഈ സ്പൈഡർ കാര്യമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം കുറേ പേർക്ക് അത് അറിയാമായിരിക്കും, ഇപ്പോൾ കുറേ പേർക്ക് അത് മനസ്സിലായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈഡറും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1 year ഒക്കെ ആവുന്നു ഇപ്പം ആ ഒരു സ്പൈഡറും കാര്യമാണ് വന്നിട്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ ചിപ്പ് കോഡ് വെച്ചാൽ 5599 കൂടി തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നതായിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഈ 5599 കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പൈഡറും കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട്
ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. കിട്ടത്തില്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പഴയ അപ്ഡേറ്റ്സിൻ്റെ അകത്തിട്ട് നമുക്ക് ഈ സാധനം കിടപ്പുണ്ട്. അപ്പോൾ ഓൾഡ് വെർഷനകത്ത് കിടപ്പുണ്ട്. പുതിയ വെർഷൻ്റെ അകത്ത് ഇതുണ്ടോ ഇല്ലയോ നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറയേണ്ടതാണ്. അപ്പം സ്പൈഡർ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്പൈഡർ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ്സ് കണ്ടിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അത്രയും ബാക്കിയുള്ളവർക്ക് കൂടെ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേർക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്, അപ്ഡേറ്റ്സ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറേ പേര് 2-3 ദിവസമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ നമുക്ക് ഒഫീഷ്യലി ഇതുവരെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം കുറേ പേര് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഫേക്കാണ്. അപ്പം ബാക്കിയുള്ളവരും കൂടെ കാണുമ്പോൾ അവർക്ക് എന്ത് വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ്സ് വന്നിട്ടൊന്നും മിണ്ടാതിരിക്കുവാണോ എന്നൊക്കെ കുറേ പേരുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അപ്ഡേറ്റ്സ് കറൻ്റ് ഇപ്പോൾ വന്നിട്ടില്ല. അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 വീക്സ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഈ മന്ത് തന്നെ 2 വീക്സ് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വീക്സ് എന്ന് പറയുമ്പം എന്ന് വെച്ചാൽ ഒന്നുകിൽ സൺഡേ അല്ലെങ്കിൽ മൺഡേ അല്ലെങ്കിൽ ശനിയാഴ്ച എന്ന് വെച്ചാൽ സാറ്റർഡേ ഈ ഒരു ടൈമിലേക്കായിരിക്കും വരാം. നെക്സ്റ്റ് വീക്കായിരിക്കും നമുക്ക് വരാൻ പോകുന്ന ചാൻസ് വളരെ കൂടുതൽ. കാരണം വെച്ചാൽ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വർക്ക് ഫുള്ളായിട്ട് ഫിനിഷിങ് കാര്യങ്ങളായിട്ടില്ല. വർക്ക് ഫിനിഷ് ആവാതെ നമുക്ക് ഡെവലപ്പർ ഒന്നും ചെയ്യത്തില്ലെന്നറിയാമല്ലോ. അതുപോലെ തന്നെ നമുക്കൊരു ഹിൻറ്റും കാര്യങ്ങളും തരുന്നതായിരിക്കും. അപ്ഡേറ്റ് വരുന്നതിന് മുമ്പായിട്ട്, അപ്ഡേറ്റ് വരുന്ന 2-3 ദിവസത്തിന് മുമ്പ് നമുക്ക് ഹിൻറ്റും കാര്യങ്ങളും തരും. ഹിൻറ്റ് തന്നതിന് ശേഷം മാത്രമേ നമുക്ക് അപ്ഡേറ്റിനുള്ള ലീക്സും കാര്യങ്ങളും തരത്തുള്ളൂ. ആ ഹിൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നിങ്ങളോട് നേരത്തെ വന്ന് പറയുന്ന അപ്ഡേറ്റ്സ് ഇന്ന ഡേറ്റിലേക്ക് വരുമെന്ന്. ഇപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ് 2 വീക്സിനുള്ളിൽ തന്നെ നമുക്കൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അപ്പോൾ എന്തായാലും ഈ അപ്ഡേഷനകത്ത് എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളും വരുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരിക്കും. വീഡിയോയുടെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെ അപ്ഡേറ്റ്സിനകത്ത് വരുന്നത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് ബുഗാട്ടി കാറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ കാളവണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ കുറച്ച് ഐറ്റംസും കാര്യങ്ങളും വരുന്നുണ്ട്, പ്രോപ്സും കാര്യങ്ങളും. അതുപോലെ തന്നെ പുതിയ ഫീച്ചറും കാര്യങ്ങളൊക്കെ എത്താൻ പോകുന്നുണ്ട്. അതുപോലെ എനിക്ക് ഈ സ്കിൻസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണതാണ്. സ്കിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സ്കിൻസും കാര്യങ്ങളും നമ്മൾ ഡെവലപ്പറിനോട് ഇതൊരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡെവലപ്പറിനോട് സൂചിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഡെവലപ്പറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനോട് ഒന്ന് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ബുഗാട്ടി കാളവണ്ടി ഒക്കെ വരുന്നത് നമ്മുടെ ചീപ്പ് കോഡായിട്ടാണ് വരുന്നത്, അല്ല ലിങ്ക്സ് വഴിയും കാര്യങ്ങളൊട്ടൊന്നും അല്ല വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും വല്ലതും ആഡ് ചെയ്യാനും വല്ലതും ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരാൾ മാത്രം 10-20 വട്ടം കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യരുത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യുള്ളൂ. ഇപ്പം മുമ്പത്തെ വീഡിയോയും കുറേ കമൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾ തന്നെ ആവർത്തിച്ച് ഇടുന്ന കമൻറ്റ്സും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. ഫോളോ ചെയ്തതിന് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പ് ചാനൽ